പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് സെമി ടസർ, എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു നല്ലൊരു സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലുള്ള ഒരു സെമി ടസർ സാരിയാണ്. ഇതാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫുള്ളായിട്ടും ഡിസൈനാണ്, ഇങ്ങനെയൊരു ഡിസൈനാണ് ഇതിൽ ഫുള്ള് വരുന്നത്. ഇതിൻ്റെ സൈഡിൽ വളരെ നേർത്ത ഒരു ചെറിയൊരു കസവും വരുന്നുണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. കണ്ടോ, ഇതാണ് ഒരു കുഞ്ഞ് കസവ് ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് നല്ല പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. വളരെ സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ. നമുക്ക് വെയർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിൽ ഈ ഡിസൈൻ ഫുള്ളായിട്ട് വരുന്നു. പല്ലുവിലും ഇങ്ങനെ വരുന്നു. നല്ലൊരു അക്വാ ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഈ ഡിസൈനിൽ ഒരു ചെറിയ ഈ ഒരു വശത്തേക്കുള്ള ലൈനിൽ ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ വീവിങ്, അതുപോലെ തന്നെ സൈഡിലും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇത് 11 കളറുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ 11 കളർ ഞാൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് വരിക. റേറ്റ് വരുന്നത് 1125 ആണ്. നല്ലൊരു സാൻഡൽ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ ഇതിൻ്റെ ചെറിയൊരു കസവ് വരുന്നു, അതുപോലെ ഡിസൈൻ വരുന്നു. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ. ഇങ്ങനെയാണ് ബോഡി പാർട്ട് ഫുള്ളായിട്ടും വരുന്നത്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലുള്ള ഡിസൈൻ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഇങ്ങനെ വരുന്നു. നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് അൺപ്ലേറ്റഡ് ആയിട്ടും അതുപോലെ കുഞ്ഞു പ്ലേറ്റഡ് ആയിട്ടും നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ള് വരിക. റേറ്റ് വരുന്നത് 1125 ആണ്. ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൽ എല്ലാത്തേലും ഡിസൈൻ സെയിം ആണ്. ഫുള്ളായിട്ടും ഡിസൈനുണ്ട്. ഒരു വൈറ്റ് ത്രെഡ് കൊണ്ടുള്ള ഡിസൈനാണ് ഫുള്ളായിട്ടും വരുന്നത്. പല്ലു ഇങ്ങനെയാണ് വരിക. പല്ലുവിൻ്റെ ഡിസൈൻ ഇങ്ങനെയാട്ടോ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. കണ്ടോ, ഒരുവിധം കനമുള്ള മെറ്റീരിയലാണ് കേട്ടോ. അങ്ങനെ ചുളുങ്ങുമ്പോഴൊന്നും വലിയ ചുളുക്കൊന്നും വരാത്തൊരു ടൈപ്പ്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമാണ്. ബോഡി പാർട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ ഏത് പ്രായക്കാർക്ക് അനുയോജ്യമാണ്, അതുപോലെ ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളർ ഷെയ്ഡിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1125. ഒരു ടീൽ ബ്ലൂവിൻ്റെ ഷെയ്ഡായിട്ട് വരും ഇത്. എല്ലാ കളറുകളും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം കേട്ടോ. ഇപ്പോൾ ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളറിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ ഈ ഡിസൈനും നമ്മളിത് വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഡിസൈൻ നമ്മൾക്ക് തോന്നിപ്പിക്കും. അതുപോലെ ഇതിൻ്റെ ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. റേറ്റ് വരുന്നത് 1125 ആണ്. നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഈ ഡിസൈൻ വരുന്നു. ഈ രണ്ട് സൈഡിലും ഈ ചെറിയ ഗോൾഡൻ അല്ല കേട്ടോ, ഒരു ലൈറ്റായിട്ടൊരു ഗോൾഡൻ കരയാണ് ഇതിൽ വരിക. രണ്ട് സൈഡിലും വരുന്നുണ്ട്. അതുപോലെ ഒരു സൈഡിലേക്കുള്ള ലൈനിന് ഒരു ഗോൾഡൻ വീവിങ്ങും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് ഫുള്ള് വരിക. വിത്ത് ബ്ലൗസ് പീസുമാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ഇതാണ് ഉണ്ടോ, ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് പല്ലുവിലുള്ള ഡിസൈൻ വരുന്നത്. വിത്ത് ഇത് ബ്ലൗസ് പീസ്. റേറ്റ് 1125. പിങ്കിൻ്റെ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും ഡിസൈൻ എല്ലാം സെയിം തന്നെ, മെറ്റീരിയലും സെയിം ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊരു ലൈറ്റ് ഗോൾഡൻ വീവിങ് ഇതേക്കടെ വരുന്നുണ്ട്. അതുപോലെ ഈ സൈഡിലും വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ഇങ്ങനെയാണ് ഈ ബോഡി പാർട്ട് വരുന്നത്. നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ ചുളുങ്ങുന്ന ഒരു മെറ്റീരിയലും അല്ല ഇത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1125. നല്ല ഗ്രേ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും ഡിസൈൻ എല്ലാം സെയിം തന്നെ, കളറിൽ മാത്രമേ മാറ്റമുള്ളൂ. മെറ്റീരിയലും സെയിം ആയിട്ട് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ബ്ലൗസ് പീസ് ഇതാണ്. ഇതിൽ ചെറിയ ഇതുണ്ട്. ഈ കസവെന്ന് പറഞ്ഞാൽ ഗോൾഡൻ അല്ല, പക്ഷേ ഇതിനോടനുബന്ധിച്ചുള്ള ഇതിലും ഒരു ചെറിയൊരു വീവിങ് വരുന്നുണ്ട്. അതേ വീവിങ് തന്നെയാണ് ഈ സൈഡിലും വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. റേറ്റ് വരുന്നത് 1125 ആണ്. നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഡിസൈനുകൾ സെയിമാണ്.
മെറ്റീരിയൽ സെയിം ആണ്, കളറുകളിൽ മാത്രമേ മാറ്റമുള്ളൂ. എങ്കിലും ഞാനിതിനെ ഒന്ന് വിടർത്തി കാണിക്കുക, എന്താണെന്ന് വെച്ചാൽ ഒരു ഡൗട്ടും വരണ്ട എന്നോർത്ത്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. പ്ലെയിൻ ആയാലും സൈഡിലൊരു ചെറിയൊരു ഗോൾഡൻ്റെ ഒരു കര പോലെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. റേറ്റ് വരുന്നത് 1125 ആണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഉണ്ടോ, ബോഡി ഫുള്ളായിട്ടും ആ ഡിസൈൻ വരുന്നുണ്ട്. ഒരു സൈഡിലേക്കുള്ള ലൈനിലാണ് ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ വീവിങ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഉണ്ടോ, ഇങ്ങനെയാണ് വരിക. ഇതാണ് നമ്മൾ ഒരു ലെയറായിട്ട് ഇതിനെ പിടിക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗവും വരുന്നു. ട്രാൻസ്പെറൻ്റ് അല്ല ഈ മെറ്റീരിയൽ, അതുപോലെ ഒത്തിരി വെയിറ്റും ഉള്ളതല്ല. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ ആ സ്ലീവിൻ്റെ എന്തെങ്കിലും ചെറിയൊരു ഇതൊന്നും ബോർഡർന്ന് പറയാനില്ല, എങ്കിലും ചെറുതായിട്ട് ഇങ്ങനെയാണ് ബോഡി പാർട്ട് ഫുള്ളായിട്ടും വരുന്നത്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി പാർട്ട് സിൽവർ ത്രെഡ് വർക്കാണ് ഫുള്ള് വരിക. അതുപോലെ ഒരു സൈഡിൽ വീവിങ്ങും ലൈറ്റ് ഗോൾഡൻ വീവിങ്ങും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് പല്ലു വരുന്നത്. ഇതുണ്ട് സൈഡിൽ ഒരു ലൈറ്റ് ഗോൾഡൻ ചെറിയൊരു കരയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ് ഇത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1125 ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.